ഹലോ. അഖിൽ, അഖിൽ, അങ്കിള് മരിച്ചു. തന്നെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കണമെന്ന് അങ്കിൾ അവസാനം പറഞ്ഞത്. സമയത്ത് താൻ വരുമെന്നും പ്രതീക്ഷിച്ചു. പോവാണോ? അഖിൽ, പോവരുത്. നീ ഒക്കെ പൊറുക്കണമെന്ന് നിന്നോട് അപേക്ഷിക്കാൻ മരിക്കണേന് മുൻപേ 1000 വട്ടം പറഞ്ഞു അച്ഛൻ. അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാനായിട്ടെങ്കിലും കഴിഞ്ഞതൊക്കെ നീ മറക്കണം. ദേ, ഒന്ന് മീനാക്ഷിയെ കണ്ടിട്ട് പോ. എന്തെങ്കിലും ഒന്ന് പറ നീ അവളോട്. ഞാനും ഉമ്മയും ഒരാഴ്ചക്കുള്ളിൽ പോവാണ്. വല്യമ്മയ്ക്കും പോണം ഒറ്റപ്പാലത്തേക്ക്. മീനാക്ഷിയുടെ തനിച്ചാക്കാൻ പറ്റില്ലല്ലോ. താൻ വേണം ഒരു തീരുമാനം എടുക്കാൻ. എനിക്കൊന്നും തീരുമാനിക്കാനില്ല. ഒക്കെ അവളും അച്ഛനും കൂടി തീരുമാനിച്ചാണല്ലോ നേരത്തെ. ഇനി അങ്ങനെ തന്നെ മതി. അഖിൽ, ഒരു മിനിറ്റ്. തനിക്ക് അവകാശപ്പെട്ടതൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടടക്കം താൻ വന്നാൽ തരാൻ അങ്കിൾ ഏൽപ്പിച്ചത്. താൻ ഒന്നുകൂടെ ആലോചിക്കും, എന്നിട്ട് പോകും. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ അത്രമാത്രം തെറ്റ് ഇവിടെ ആരും ചെയ്തിട്ടില്ല. డ్యూటీకి వచ్చాను. నువ్వేం చెప్పొద్దు. మందు కొట్టి డ్యూటీకి వచ్చావు, నువ్వు డ్యూటీ ఎక్కొద్దు. ఎస్ఎం గారు వచ్చి నిర్ణయిస్తారు. ఇదే నీతో రోజు గొడవ. സാറിന്റെ ഭാര്യ ആരെങ്കിലും കൂടെ ഒളിച്ചോടിയാ സാറും വെള്ളമടിച്ച് ഡ്യൂട്ടിക്ക് വരും. మీ భార్య కానీ ఎవరితో నైనా లేచిపోయిండే మీరు కూడా మందు కొట్టి డ్యూటీకి వస్తారు. ഞാൻ మందు കൊട്ടിയാനു, ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ട്. ശരിയാ, അതെന്റെ വിഷമം കൊണ്ടാ. പിന്നെ എങ്ങാനും വെള്ളം അടിച്ച് ഡ്യൂട്ടിക്ക് വരും. ഇന്ത്യൻ റെയിൽവേ അയാളുടെ അമ്മായപ്പന്റെ വകയൊന്നുമല്ലല്ലോ. ఇండియన్ రైల్వే నీ మామగారి సొమ్మ కాదు. గంగాధరం, నువ్వేం చెప్పినా సరే గిరిగారు వచ్చిన తర్వాత నువ్వు డ్యూటీ ఎక్కొచ్చు. ഗിരികാരൻ റാണി, ഗിരിസാറ് വരട്ടെ. എന്റെ വിഷമം ഗിരിസാറിന് അറിയാം. ഗിരിസാറിന് സ്നേഹമുള്ള ഒരു ഹൃദയമുണ്ട്. തനിക്കതില്ല. വരട്ടെ, ഗിരിസാറ് വരട്ടെ. ബാല, ഇന്നലത്തെ പത്രം വന്നോ? വന്നു സാർ, ഞാനിപ്പോ കൊണ്ടുവരാം. ഗിരിസാറേ, ഗിരിസാർ വന്നു. എന്താ ഗംഗാരെ, ഇന്നും ഉണ്ടോ ബഹളം? గిరిగారు మందు కొట్టి వచ్చాడు. ఐ టోల్డ్ హిమ్ నాట్ టు గో ఆన్ డ్యూటీ. വേണമെങ്കിൽ സാറിനെ പിരിച്ചുവിട്ടോ. വെള്ളം അടിക്കാതെ പറ്റില്ല സാറേ.
കാലത്തെണീക്കുമ്പോ ചങ്ക് നീറുക. 2 മാസം മുമ്പ് ഈ ഗംഗാരൻ എങ്ങനെയായിരുന്നു ഗിരിസാറിന് അറിഞ്ഞൂടെ? അത് ഈ കഴുതയ്ക്ക് അറിഞ്ഞൂടാ. ശരി ശരി, ഗംഗാരം പോയി ഡ്യൂട്ടിക്ക് കയറി. ഗോരഖ്പൂർ വരേണ്ട സമയച്ചല്ലേ? കണ്ടോ, ഗിരിസാറിന് അറിയാമല്ലേ? വേഗം അലിയുന്നൊരു മനസ്സുണ്ട് ഗിരിസാറിന്. അത് ഈ కలుదకిല്ല. కలుదా అంటున్నాడు. ఐ నో ద మీనింగ్ ఆఫ్ కలుదా. లీవ్ ఇట్ సార్. అత్తను బాధ అత్తనికి. సోమయాజులు గారు మీరు వెళ్ళండి. నాయుడు ఒకటి. വെള്ളം അടിച്ചാ ഉള്ളിൽ ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല ഗംഗാരന്. സാറിനറിയോ, അവൾ എന്നെ ചതിച്ചു. കൊടും ചതി. ഇതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ ഗംഗാര? ചെന്ന് സിഗ്നൽ കൊടുക്ക, വണ്ടി വരാറായി. സാറ് പറഞ്ഞാ ഞാൻ പോവാം. സാറ് പറഞ്ഞാ ഞാൻ ഹലോ, പോവും. ടോക്കൺ നമ്പർ చెప్పండి. അവനെ 20421616. ഓക്കെ, താങ്ക് യു. ഇയാൾക്ക് ഇത് തന്നെ എപ്പോഴും പണി. പറഞ്ഞു തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് കേൾക്കണം നമുക്ക് തമാശയാ തോന്നണേ. ഒന്നോർത്ത അയാളുടെ കാര്യം കഷ്ടാ, പാവം. ബാലം വീട്ടിലേക്ക് കത്തയച്ചോ? ഇല്ല സർ. നിനക്ക് പേടിയാനെ അഡ്രസ് ഞാൻ എഴുതാം. വേണ്ട സർ, എവിടെയെങ്കിലും പോയി ചത്തോളാൻ അച്ഛൻ പറഞ്ഞ. ചത്തിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചോട്ടെ. മോനിക്കട കൂച്ചോ. സാറേ, ഇനി സാറേ, എന്റെ മനപ്രയാസം കൊണ്ടാ ഡ്യൂട്ടി ടൈമിലും ഞാൻ വെള്ളം അടിക്കുന്നേ. സാറിനറിയോ, കിഡ്നി കൊടുത്താ 25,000 രൂപ കിട്ടുമെന്ന് അവളാ എന്നോട് പറഞ്ഞ്. തെലുങ്ക് സുന്ദരി, എന്റെ ഭാര്യ. പ്രേമിച്ച് കല്യാണം കഴിച്ചതാ അവളെ. 25,000 രൂപ കൊണ്ട് വീട് നന്നാക്കാം, ഫ്രിഡ്ജ് വാങ്ങാൻ, TV വാങ്ങാന്നൊക്കെ പറഞ്ഞു അവള്. ഒക്കെ വിശ്വസിച്ചു ഞാൻ. ഒടുക്കൻ കിഡ്നിയും കൊടുത്ത് ബോധമില്ലാതെ ആശുപത്രി കിടക്കുമ്പോ 25,000 രൂപയും വാങ്ങി അവൾ ആ തെലുങ്കൻ കാമുകന്റെ കൂടെ ഒളിച്ചോടി. എന്റെ കിഡ്നിയും പോയി, കാശും പോയി, ഭാര്യയും പോയി. പ്രതികാരം ചെയ്യും സാറേ. ഒരു ദിവസം ഞാൻ അവളോട് പ്രതികാരം ചെയ്യും. ഒരുപാട് ട്രെയിൻ പോണില്ലേ ഇതില്. നെഞ്ചും വിരിച്ച് ട്രാക്കിൽ ചെന്ന് കിടക്കും ഞാൻ. സാറും നോക്കിക്കോ, എനിക്ക് പേടിയൊന്നുമില്ല. ఏమండి గిరిగారు? హాయ్ జోస్ గారు. ఏంటి విశేషాలు? మీ విశేషాలు ఏంటి? ഇതെന്താണ് കോള്? പരിക്കച്ചക്ക മൽഗോവ. രാജമുന്ദ്രിന്ന് കയറിയതാ കുറെ ഗാരുമാര്. കമ്പാർട്ട്മെന്റ് നിറയെ ചക്കയും വാങ്ങി. റെയിൽവേ മിനിസ്റ്റർ അവരുടെ ഗാവുവാലയാണത്രേ. ടിക്കറ്റ് എടുക്കാൻ സൗകര്യമില്ലെന്ന് ഒക്കത്തിനെയും പിടിച്ച് അകത്താക്കുമെന്ന് പറഞ്ഞ് വരട്ടിയപ്പോ പതുക്കെ പെരുങ്കായത്തിന്റെ സഞ്ചി തുറന്നു. റിസർവ് ബാങ്കിൽ പോലും കാണൂല ഇത്രയും പണം. അടുക്കി വെച്ചിരിക്കാ സഞ്ചി നിറയെ. ഒക്കെ ചക്കയും മാങ്ങയും വിറ്റ് കിട്ടിയ കാശ. ഒടുവില് റെയിൽവേ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിൽ സന്തുഷ്ടരായ റെയിൽവേ മന്ത്രിയുടെ ഗാവുവാലക്കാര് സമ്മാനമായി തന്നതാണ്. അന്ന് കോറമാൻഡിൽ ടിക്കറ്റ് എടുക്കാതെ കയറിയ ഒരു യാത്രക്കാരൻ നിനക്കെന്തോ തന്നല്ലോ. എന്താ? മുദ്ദു. എന്തോ മുദ്ദഗൗ. അത് നീ ചോദിച്ചത് അവള് തന്നതോ? അങ്ങനൊന്നുമില്ല. നീ ചക്കൊന്ന് പിടിച്ചേ. പെട്ടിയെടുത്താലും മതി. ബാല സർ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇതങ്ങോട്ട് കൊണ്ടുപോയി വെക്ക്. ആ ഷൺമുഖ റെഡ്ഡി വന്ന് എടുത്തോളൂ. വരുമ്പോ അന്നത്തെ 2 സഞ്ചി മുളകിന്റെയും ഇതിന്റെയും ചേർത്ത് ഒരു 200 രൂപ വാങ്ങിച്ചോ. എന്നിട്ട് ഇത് ഗോവിന്ദറാവുന്റെ കടയിൽ കൊണ്ടുപോയി എന്റെ പറ്റില് വരവ് വയ്ക്ക്. ശരി. അന്യനാട്ടിൽ വന്ന് കിടന്ന് കഷ്ടപ്പെടുമ്പോ ജീവിതഭാരം ലഘൂകരിക്കാൻ ഇന്ത്യൻ റെയിൽവേയുടെ വക ഛേദമില്ലാത്ത ചില കോംപ്ലിമെന്റുകളാണ്. സ്വീകരിക്കാണ്ട് പറ്റുമോ? ഒരു കട്ടിങ് എടുത്തോ ബാല. സ്റ്റേഷൻ മാസ്റ്റർ ആണോ വലുത്, TT ആണോ വലുത്? അതിനെക്കുറിച്ചൊന്നും റെയിൽവേ വ്യക്തമായിട്ട് നിർവഹിച്ചിട്ടില്ല. നിർവഹിച്ചിട്ടുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ തന്നെ വലുത്. പിടിക്കണ പറ്റി കഴിവേറി കാര്യം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തായി നിന്റെ ട്രാൻസ്ഫർ? മിസ്സസ് നായരെ കൊണ്ട് വിളിച്ചു പറയിച്ചിട്ടുണ്ട് ഡിവിഷണൽ മാനേജർക്ക്. ഭാഗ്യമുണ്ട് 1-2 മാസത്തിനകം ശരിയാവും. എനിക്കൊരിടത്ത് അവിടെ നഷ്ടപ്പെടും. സാരമില്ല. ഞാൻ ഏതായാലും കുറച്ച് നാളുകൂടി ഇവിടെ തന്നെയാ. നാട്ടിലെ കളി എന്തുകൊണ്ട് സുഖ. സംഗതി ചക്കയും മാങ്ങയും മുളകും മഞ്ഞളും ഒക്കെ ആയിട്ടാണ് കിട്ടുന്നതെങ്കിലും ഇത്രയും സ്നേഹമുള്ള ആൾക്കാര് വേറെ ഒരു സ്ഥലത്തും കാണൂല. ചായ വേണോ? എനിക്കാണെന്ന് നായിഡുവിനോട് പ്രത്യേകം പറയണം. നിനക്ക്? ഞാനിപ്പോ കുടിച്ചതാ. പിന്നെ എന്തായി കല്യാണക്കാര്യം? അമ്മ കൊണ്ടുപിടിച്ച് നോക്കുന്നുണ്ട്. എന്തായാലും നാട്ടിനടുത്ത് എവിടേക്കെങ്കിലും ആയിരിക്കും ട്രാൻസ്ഫർ. ഇനി അത് കിട്ടിയിട്ടാവട്ടെ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അമ്മയ്ക്ക്. ഇക്കൊല്ലം കൊണ്ട് ആനിയുടെ B.Ed കഴിയും. അവളെ കൊള്ളാവുന്ന ഒരുത്തിന് പിടിച്ചു കൊടുത്തിട്ട് വേണം എന്റെ കാര്യം. മുടി ഇപ്പഴേ നിറച്ചു തുടങ്ങി. എനിക്ക് വേണ്ടി പിറന്ന ഒരു അന്നാമ്മയോ ശോശാമ്മയോ നാട്ടിൽ എവിടെയെങ്കിലും തഴച്ചു വളർന്ന് നിൽക്കണ്ടാവും. ഗംഗാധരനെ പോലെ ഞാനും ഏതെങ്കിലും തെലുങ്കത്തെയും വിളിച്ചോണ്ട് കയറി ചെല്ലുമെന്ന അമ്മച്ചിയുടെ പേടി. നല്ല മധുരം.
ഓർക്കാൻ നല്ല രസമുണ്ടല്ലേ? ഏതോ ഒരു നാട്ടില് ഏതോ ഒരു വീട്ടില് നമ്മ